സഭയിലൊരു അമ്പരപ്പാണ് ഉണ്ടായത്. അത് ഒറ്റവാചകത്തിൽ അതിനെ അങ്ങനെ തന്നെ പറയാം. അത് നിയമസഭയിലെ 140 നിയമസഭാ അംഗങ്ങൾക്കും ഉണ്ടായ ഒരു അമ്പരപ്പുണ്ട്. ഇത് കണ്ടുനിന്ന മാധ്യമപ്രവർത്തകർക്കും അങ്ങനെ ഒരു അമ്പരപ്പുണ്ട്. കാരണം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല ഈ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത്. രാവിലെ 8:50 കൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലേക്ക് തിരിച്ചത്. 8:55 കൂടി അദ്ദേഹം നിയമസഭയ്ക്ക് മുന്നിലെത്തി. മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണനും സ്പീക്കർ എൻ ഷംസീറും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നേരത്തെ താഴെ എത്തിയിരുന്നു. അദ്ദേഹം വന്ന ഉടനെ പോലീസിന്റെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ബൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ആനയിച്ചു. ബൊക്കെ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്തെങ്കിലും ഒരു വാചകം സംസാരിക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല. അതിനുശേഷം ലിഫ്റ്റ് കയറി സഭാ ഹാളിലേക്ക് അദ്ദേഹം എത്തുന്നു. സാധാരണഗതിയിൽ സഭാ ഹാളിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ അപ്പുറത്തിപ്പുറത്തും ഉള്ള പ്രതിപക്ഷാംഗങ്ങളെ ഗവർണർ അഭിവാദ്യം ചെയ്താണ് പോകാറുള്ളത്. കയ്യെങ്കിലും പൊക്കി കാണിക്കുക എന്നൊരു രീതി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടിരുന്നു. ഇന്ന് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നേരെ താഴേക്ക് നോക്കി നടന്നു പോവുകയാണ്. ഇടയ്ക്ക് നേരെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ സഭാംഗങ്ങളുടെ മുഖത്ത് അദ്ദേഹം നോക്കിയില്ല. അങ്ങനെ സഭയുടെ ഇടത് സൈഡിൽ കൂടി ഡയസിലേക്ക് എത്തുന്നു. ഡയസിലെത്തിയ ഉടനെ ദേശീയഗാനം ആലപിക്കുന്നു. ദേശീയഗാനം ആലപിച്ചതിന് പിന്നാലെ തന്നെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ കേട്ട പോലെ തന്നെ മുഖ്യമന്ത്രി മന്ത്രിമാരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവസാനത്തെ പാരഗ്രാഫ് വായിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാന പാരഗ്രാഫിലേക്ക് കടക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന സ്പീക്കർ അമ്പരപ്പോടുകൂടി മുഖ്യമന്ത്രിയെ നോക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. ആ അമ്പരപ്പ് സ്പീക്കർക്ക് മാത്രമല്ല ഉണ്ടായിരുന്നത്, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒരേപോലെ അമ്പരപ്പ് ഉണ്ടായിരുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള അമ്പരപ്പ്. 1 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് തന്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചു. സീറ്റിലിരുന്നു, വെള്ളം കുടിച്ചതിന് ശേഷം ദേശീയഗാനം ആലപിക്കാൻ വേണ്ടി സ്പീക്കറോട് ആവശ്യപ്പെടുന്നു. സ്പീക്കർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ദേശീയഗാനം ആലപിക്കുന്നു. അദ്ദേഹം എഴുന്നേൽക്കുന്നു, സഭയുടെ വലതുവശത്തുകൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. അത് പ്രതിപക്ഷാംഗങ്ങൾ ഇരിക്കുന്ന ഭാഗമാണ്. തിരികെ പോകുമ്പോൾ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന് മുന്നിലൂടെ പോകുമ്പോൾ പ്രതിപക്ഷത്തെ അഭിവാദ്യം ചെയ്യാറുണ്ട്. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും എല്ലാം അഭിവാദ്യം ചെയ്യാറുണ്ട്. അദ്ദേഹം ആരുടെയും മുഖത്ത് നോക്കിയില്ല. എങ്ങനെയാണോ വന്നത് അതേപോലെ കുനിഞ്ഞിറങ്ങി താഴെ നോക്കി അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി പാർലമെന്റ് കാര്യമന്ത്രി സ്പീക്കറും അദ്ദേഹത്തെ അനുഗമിച്ചു. ലിഫ്റ്റിൽ താഴെ ഇറങ്ങി. അദ്ദേഹം തിരിച്ച് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ എന്താണ് സംഭവിച്ചതെന്ന് ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മിണ്ടാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. വണ്ടിയിൽ കയറുന്നു, തിരികെ രാജ്ഭവനിലേക്ക് പോകുന്നു. ഇതാണ് നിയമസഭയിലുണ്ടായ സംഭവം. ഇത് കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിലെ അസാധാരണ സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗവർണർ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് എല്ലാവർക്കും അറിയാം. ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ വേണ്ടി താൻ എത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ എത്തുന്നത്. അത് ഭരണഘടനാ ബാധ്യത നിറവേറ്റലായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ വരും സമയങ്ങളിൽ ഉയർന്നു വരും. സാജു, കുറെ കാലത്തിന് ശേഷമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു വിഷയത്തിൽ യോജിപ്പോടുകൂടി പ്രതികരിക്കുന്നത് കണ്ടത്. ഭരണഘടനാ ബാധ്യത നിറവേറ്റി എന്ന് ഗവർണർ പറയുമ്പോൾ അത് ഭരണഘടനാ ബാധ്യത നിറവേറ്റലായിരുന്നോ? സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണറുടെ വിഷയത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷവും സർക്കാരും ഒരേ നിലപാട് എത്തിച്ചേർന്ന ദിവസം കൂടിയാണ് ഇന്നെന്ന് പറയേണ്ടി വരും. കാരണം ഇത് കേരളത്തിന്റെ നിയമസഭയെ അവഹേളിച്ചു എന്നാണ് പ്രതിപക്ഷ നിലപാട്. സമാനമായ നിലപാട് തന്നെയായിരിക്കും ഭരണപക്ഷത്തിലുണ്ട്. പക്ഷേ ഭരണഘടനാ ബാധ്യത നിറവേറ്റിയോ എന്ന് ചോദിച്ചാൽ അത് തത്വത്തിൽ നിറവേറ്റുക, അല്ലെങ്കിൽ അതൊരു സാധാരണഗതിയിൽ നിറവേറ്റി എന്നൊക്കെ നമ്മൾ പറയാവുന്ന രീതിയിൽ. കാരണം ഇതൊരു 63 പേജുണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. ഒരു 2 മണിക്കൂറിലധികം സമയം വേണ്ടിവരും ഇത് വായിച്ചു തീർക്കാൻ. അതാണ് 1 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് വായിച്ചു തീർത്തത്. ഇനി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഏതെങ്കിലും വാചകങ്ങളാണ് ഗവർണറുടെ അതൃപ്തിക്ക് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ ഈ നയപ്രഖ്യാപന പ്രസംഗം ഏതാണ്ട് ഇത്രയും പേജുകൾ ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കി. അത് മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ ഇതിലും തീവ്രമായി തെരുവിലടക്കം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഗവർണർക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഗവർണറുടെ ഏതെങ്കിലും നടപടികളെ വിമർശിക്കുന്ന ഒരു വാചകം പോലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല. ആകെയുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള വിമർശനം ഉന്നയിക്കുകയാണ്. 63 പേജിൽ ഏതാണ്ട് 2.5 പേജിലായിട്ടാണ് ഈ വിമർശനം കിടക്കുന്നത്. അതിലെ വാചകങ്ങൾ പരിശോധിച്ചാൽ അതിന് അത്രമാത്രം തീവ്രതയൊന്നുമില്ല. പൊതിഞ്ഞുവെച്ച വാക്കുകളിലാണ് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജിംസ്, ഞാൻ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചു പോകാം. അതിൽ വെല്ലുവിളികൾ ഉണ്ടായിട്ടും സർക്കാർ അതിനെ അതിജീവിച്ച അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേന്ദ്ര വിമർശനം തുടങ്ങുന്നത്. അതുതന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിൽക്കുന്ന അസമത്വം നിലനിൽക്കുന്നു. ഇതുമൂലം പണം ഞെരുക്കമുണ്ടാകുന്നു. സംസ്ഥാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട്. സംസ്ഥാനങ്ങളുടെ വരുമാന പരിധി കടന്ന് വികസന ചിലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതമാകുന്നു. ഇത് ഫെഡറൽ സംവിധാനത്തിലെ വലിയ അസമത്വമുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യം തന്നെ ഇതിലും തീവ്രമായി സംസ്ഥാനത്തെ മന്ത്രിമാരും
മുഖ്യമന്ത്രിയും ഒക്കെ നിയമസഭയിലും പുറത്തുമൊക്കെ പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അത് കാലക്രമേണ കൂടുതൽ തീവ്രമായെന്നും അത് സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ പരിമിതപ്പെടുത്തി എന്ന ചുരുങ്ങിയ വാക്കുകളിലുള്ള വിമർശനമാണ് പറയുന്നത്. പിന്നീട് GST നഷ്ട പരിഹാരം നിർത്തിയതും റവന്യൂ ഗ്രാന്റിൽ വന്ന കുറവും ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങളും സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചു. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധിതമായി. നികുതി വിതരണത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ലഭ്യമാക്കണമെന്ന അഭിപ്രായം കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ സാധാരണഗതിയിൽ പറഞ്ഞു പോകാവുന്ന ഒന്നിനപ്പുറം ഈ നയപ്രഖ്യാപനത്തിനില്ല സൈഫ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഈ നയപ്രഖ്യാപനത്തിലെ ഏതെങ്കിലും വാചകങ്ങളല്ല ഗവർണറെ ഇത് പൂർണ്ണമായും വായിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. സാജു, അത് പ്രസക്തമായ കാര്യമാണ്. കേന്ദ്രത്തിനെതിരെ കാര്യമായ വിമർശനങ്ങൾ ഇല്ല. ഇത് ഇങ്ങനെ മയപ്പെടുത്തിയത് ഇപ്പോൾ ഗവർണർ സർവകലാശാലയെ സംഘപരിവാരവൽക്കരിക്കുന്നു എന്ന് പുറത്ത് പറയുന്നതാണ് CPM. അത് ഇതിനകത്തില്ല. ക്രമസമാധാന നില തകർന്നുവെന്ന് ഗവർണർ പറഞ്ഞു, അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഗവർണർ വന്ന് വായിക്കട്ടെ, എന്തായാലും അദ്ദേഹം വരുമല്ലേ, ഇനി അദ്ദേഹത്തെ ചൊടിപ്പിക്കേണ്ടെന്ന രീതി അങ്ങനെ മയപ്പെടുത്തിയതാണ് എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഞാനും വിശ്വസിക്കുന്നു. കാരണം ഗവർണറും സർക്കാരും തമ്മിൽ ഇണങ്ങിയും പിണങ്ങിയും പോകുന്നതാണ്. അത് പല ഘട്ടങ്ങളിൽ രൂക്ഷമാണ്. തെരുവിൽ രാഷ്ട്രീയക്കാരെ പോലെ ഗവർണർ പെരുമാറുന്നതും നമ്മൾ കണ്ടതാണ്. സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതും കണ്ട. അതിലൊക്കെ ഇനി ഗവർണർ ഇത് വായിക്കട്ടെ, ഒരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതില്ല എന്ന് സർക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് മയപ്പെടുത്തി വാചകങ്ങൾ ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് ഗവർണറെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന ഒന്നും ഈ നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്നതുകൂടി ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിനെയാണ് അത് ഇതിനു മുമ്പുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന്റെ പേരിൽ ബാക്കി ഭാഗം മുഴുവൻ വായിക്കാതെ വിട്ടുകളയേണ്ട അവസ്ഥ ഇന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഞാൻ സംശയിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട് സൈഫെ. അത് ഗവർണറുമായി ബന്ധപ്പെട്ട ചെലവുമായി ബന്ധപ്പെട്ടാണ്. അത് ബജറ്റിന് പുറത്തുള്ള അധിക ചെലവായി വരുന്നു. ഇന്ന് തന്നെ നമ്മൾ തന്നെ രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, 3 ദിവസത്തിനിടയിൽ 1.25 കോടിയുടെ അധിക ഫണ്ടാണ് രാജ്ഭവന് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ സർക്കാർ ചോദിക്കുമ്പോൾ പണം അനുവദിക്കും, അതിനുശേഷം ഈ രേഖകൾ പുറത്തു വരുന്നതിലുമൊക്കെ രാജ്ഭവൻ അതൃപ്തിയുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അതിന്റെയൊക്കെ ഒരു അതൃപ്തിയാണ് ഈ സഭയ്ക്കുള്ളിൽ നമ്മൾ ഇന്ന് അസാധാരണമായ നടപടികളിലൂടെ കണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഗവർണർ സർക്കാർ പോരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിലൊന്നും അയഞ്ഞിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും ഗവർണർ ഇന്ന് ആഗ്രഹിച്ചിരുന്നു. ആ 2 രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അപ്പുറം ഒന്നും ഗവർണറുടെ നടപടിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ദിവസം പുറത്ത് പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഗവർണർ നടത്താൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അത് അതൃപ്തി പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയാണോ? ഭരണഘടനാ തലപ്പത്തിരിക്കുന്ന ആൾ ഇങ്ങനെയാണോ അതൃപ്തി പ്രകടിപ്പിക്കേണ്ടതെന്ന ചോദ്യമൊക്കെ ഇനി ഉയർന്നു വരേണ്ടതാണ് സാജു. ഇപ്പോൾ നാളെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നുണ്ട്, അറ്റ് ഹോം റിപ്പബ്ലിക് ദിന പരിപാടിയായും ബന്ധപ്പെട്ട്. മുഖ്യമന്ത്രി ക്ഷണമുണ്ട്, മന്ത്രിമാർക്ക് ക്ഷണമുണ്ട്. ഇന്നലെ ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി ചിലപ്പോൾ പോയേക്കും എന്ന് പറഞ്ഞിരുന്നു. ഇനി പോകത്തില്ലെന്ന് തോന്നുന്നു. ഇനി പോണോ? ആ ചോദ്യമായിരിക്കില്ലേ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ മനസ്സിലുള്ളത്. ഇപ്പം മന്ത്രിമാരടക്കമുള്ളവർ AKG സെന്ററിലുണ്ട്. സ്വാഭാവികമായും നാളെ അറ്റ് ഹോമിൽ പങ്കെടുക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ആലോചിക്കേണ്ടി വരും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത്, നമുക്കറിയാം കഴിഞ്ഞ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടില്ല ഗവർണറോ മന്ത്രിമാരോ. അന്ന് നവകേരള സദസ്സിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു മഞ്ഞുരുക്കത്തിനായി നാളത്തെ അറ്റ് ഹോമിനെ, ആ വിരുന്നിനെ സർക്കാർ ഉപയോഗിച്ചിരിക്കാം എന്നായിരുന്നു നമ്മളെല്ലാവരും കരുതിയ. കാരണം ഡിസംബർ 22 പണം ചോദിച്ചുകൊണ്ട് രാജ്ഭവനിൽ നിന്ന് കത്ത് വരുന്നു. മുഖ്യമന്ത്രി അതിന്മേൽ ആ ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയ ഉടൻ അനുമതി നൽകുന്നുണ്ട്. തുടർന്ന് ധനവകുപ്പ് ട്രഷറി നിയന്ത്രണത്തിന് ഇളവ് വരുത്തിക്കൊണ്ട് ആ പണം 20 ലക്ഷം രൂപ അപ്പോൾ തന്നെ അനുവദിക്കുന്നുണ്ട്. ഒരു ചോദ്യവും ഒരു നോട്ടും അതിനു മുകളിൽ എഴുതുകയും ചെയ്തിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പോകുമെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് സഭയ്ക്കുള്ളിൽ അതിനാടകീയമായ, നമ്മൾ ഇതിനു മുമ്പ് ഒരു പിണക്കം കണ്ടിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ ആ ഒരു രാത്രി മുഴുവൻ നീണ്ടു നിന്ന നാടകങ്ങൾ കണ്ടു. അതിനുശേഷം പിന്നീട് ഒരു പിണക്കം നമ്മൾ ഈ അടുത്തിടെയും കണ്ടു. അത് കണ്ടത് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ്. അന്ന് മുഖം തിരിച്ചു പോകുന്ന ഗവർണറെ കണ്ടു. അന്നും മുഖ്യമന്ത്രി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നും മുഖ്യമന്ത്രിയുടെ ഭാവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൈകൊടുക്കാം, സംസാരിക്കാം എന്നിടത്തൊക്കെ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാണ്. പക്ഷെ ഗവർണർ അതിനൊന്നും തയ്യാറല്ല. അദ്ദേഹം തന്റെ പിണക്കം തുടരുന്നു. ഇണക്കത്തിന്റെ പാതയിലേക്ക് താൻ എത്തിയിട്ടില്ലെന്ന് പൊതുസമൂഹത്തെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ
ബുദ്ധിമുട്ടാണ്. ഞാനും സർക്കാരും തമ്മിൽ ഇണങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു അവസാനമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത് ഈ ഗവർണർ സ്ഥാനത്ത് നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുന്നതുവരെയും രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള ഈ പിണക്കം ഇങ്ങനെയൊക്കെ തന്നെ പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എത്തി അദ്ദേഹം വളരെ താഴ്ന്ന് നിന്നിട്ട് ഒരു അനുനയത്തിന്റെ പാത സൃഷ്ടിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അതിന് തയ്യാറാകുമെന്ന് വിശ്വസിക്കാൻ രാഷ്ട്രീയമായി കരുതാനാവില്ല സൈഫ്. താജ് പറഞ്ഞതാണ് വസ്തുത. ജിംസ്, ഈ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ടേം അവസാനിക്കണം. ആ ടേം അവസാനിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ആ ടേം അവസാനിച്ചിട്ട് പുതിയ ഗവർണർ വരുമ്പോൾ പേര് ചിലപ്പോൾ മാറുമായിരിക്കും, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പേര് മാറുമായിരിക്കാം. പക്ഷേ നയം സംഘപരിവാറിന്റെ നയം തന്നെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വരും കാലങ്ങളിലുള്ള സർക്കാരുകൾക്ക് അത്രത്തോളം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അസാധാരണമായ ഒരു സംഭവത്തിനാണ് കേരളത്തിന്റെ നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 1 മിനിറ്റും 17 സെക്കൻഡും മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സർക്കാർ ഒരു വർഷത്തെ നയം അത് 4-5 വാചകത്തിൽ സംസ്ഥാനത്തിന്റെ ഗവർണർ പറഞ്ഞു വെച്ചു. പക്ഷേ നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചട്ടപ്രകാരം നോക്കുകയാണെങ്കിൽ ഈ 63 പേജുള്ള ഈ പ്രസംഗം അത് നിയമസഭാ രേഖകളുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. അത് ഒരു വരി വായിച്ചാലും അത് പൂർണ്ണമായി നിയമസഭാ രേഖയുടെ ഭാഗമായി മാറും എന്നുള്ളതാണ് ചട്ടം. അതുകൊണ്ട് തന്നെ സഭാരേഖകളിൽ ഉൾപ്പെടുത്തുന്നു. പക്ഷേ അസാധാരണമായ സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്റെ സർക്കാർ എന്ന് ഈ 63 പേജുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ 136 പാരഗ്രാഫുണ്ട്. ഇതിൽ 100 പാരഗ്രാഫിൽ എന്റെ സർക്കാർ എന്ന് പറയുന്നുണ്ട്. ഈ എന്റെ സർക്കാർ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് പ്രസംഗം വായിപ്പിക്കാതെ ഇരിക്കാൻ അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്.